ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ എന്താ എക്സൈസിന് പോകാൻ നിൽക്കാണ് കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ, അമ്മയില്ല. അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞ് പിണങ്ങിയിരിക്കുകയാണ് ഗൈസ്. പിണങ്ങിയിട്ടൊന്നുമില്ല, വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നമ്മളൊരാളെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. നിർബന്ധിച്ചാൽ ഞാൻ ചമ്മും, പിന്നെ നിർബന്ധിച്ചിട്ട് കാര്യമില്ലല്ലോ. കുറേ നിർബന്ധിച്ച് വരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന തീരുമാനമായി പോവാണ്. അപ്പോൾ എക്സിബിഷനിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. എന്താണ് അവിടെ ഉള്ളതെന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ വണ്ടർലാലൊക്കെ ഉള്ള മറ്റേ ജൈൻവില്ലേ, അങ്ങനെയല്ല സാധനത്തിന് പറയാം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ തൃശ്ശൂരും അപ്പോൾ വന്ന സ്ഥിതിക്ക് കാണാണ്ട് പോയ മോശമാണല്ലോ. കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് എടുത്ത് കാണിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വ്ളോഗൊന്നും എടുക്കാറില്ല. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് എക്സിബിഷനിൽ നടക്കണം, എന്തൊക്കെയാണ് കാഴ്ചകൾ, ആരൊക്കെ അവിടെ ഉണ്ട് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ പോട്ടെ കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് കയറിട്ടോ. പക്ഷെ പാർക്കിംഗ് ഫീ 50 രൂപ. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കയറാൻ 40 രൂപയുള്ളൂ. പാർക്കിംഗ് ഫീ ദേവസ്വത്തിന്, കൊച്ചിൻ ദേവസ്വം ബോർഡാന്ന് തോന്നുന്നു, ഇതിന്റെ വടക്കുന്നതിന്റെ ആൾക്കാരാന്ന് തോന്നുന്നുണ്ട്. 50 രൂപ മേടിച്ചു. എനിക്ക് എന്താന്ന് മനസ്സിലാവണല്ലേ, ഇത്രയും പറമ്പിലിട്ട് 50 രൂപയും 40 രൂപയ്ക്കുള്ളിൽ ഉണ്ടോന്ന് നമുക്ക് കാണാൻ പോയിട്ട്. ഓക്കെ വാ. കയറി വരുമ്പോ തന്നെ ഇങ്ങനെ തലോണയാണല്ലോ ഇത്, ബെഡ് പോലത്തെ സംഭവങ്ങളൊക്കെ. നമുക്ക് നോക്കാം ഉള്ളിലേക്കൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന്. ഇത് വളമാല, കമ്മൽ, കളിപ്പാട്ടങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളാണ് ഇവിടെ മൊത്തം. ഇവിടെ സോഫകളുണ്ട്, കുതിച്ചു പോകും സോഫയിലിരുന്ന. അലമാരകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ടേബിള്. ചേട്ടാ ഇതിന്റെ പ്രൈസ് വരണേ? കട്ടലും ബെഡും കൂടെ 48 രൂപ ഷോപ്പിൽ വെക്കുന്നു. അപ്പൊ ബുക്ക് ചെയ്യുമ്പോൾ 34,500 വീട്ടിലെത്തിച്ചു. ബെഡും കട്ടിലും കൂടിയിട്ടല്ലേ? ഇത് എന്താ മെറ്റീരിയൽ? എന്താ ട്രീറ്റ് ചെയ്ത് വരുന്ന മഹാഗണി വുഡിന്റെ ഫ്രെയിം HDF മഹാഗണിയാണ്. ഹൈ ഡെൻസിറ്റി ഫൈബർ, വാട്ടർ പ്രൂഫ് ആണ്. വെള്ളം നനഞ്ഞാൽ കുഴപ്പമില്ല. നമുക്ക് വെള്ളം മുക്കി തുടച്ചെടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണല്ലേ. 10 വർഷത്തിന് ഗ്യാരണ്ടി തരുന്നു, റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി. ഓക്കെ, നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്. ജഗ്ഗൊക്കെ. ഈ ജഗ്ഗിന് എത്രയാന്ന് ചോദിച്ചു നോക്കട്ടെ. ഈ ജഗ്ഗിന് എത്ര വരണേ? 350. 350 രൂപ. എന്താ എത്രേട്ടാ? 120 രൂപ. കത്തി വില കണ്ട ദൈവമേ. മറ്റേ പടയാളികളെ മറ്റേ ഇതിനെടുക്കില്ലേ, വാള്, അതുപോലത്തെ കത്തിയാണ് ഗൈസ്. 120 രൂപയ്ക്കുള്ള കത്തിയോ? കൃഷ്ണ കൃഷ്ണ. 50 രൂപയ്ക്കുള്ള കത്തി ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. എന്താ ചെയ്യുക, അതൊക്കെ ഒരു കാലം അല്ലേ. ഇപ്പൊ അങ്ങനെ മരങ്ങളുടെ ഒക്കെ സെറ്റപ്പ് ഉള്ള സാധനം അല്ലേ. വെറുതെ നിങ്ങളെ കാണിച്ചാൽ ബോറടിപ്പിക്കില്ല ഇങ്ങനത്തെ സാധനങ്ങളല്ലേ. പിന്നെ കാണിച്ചു തരാം ഓരോന്നൊക്കെ. ഗൈസ്, നമ്മൾ ക്യൂടെക്സിന് വില കുറവാണ് കേട്ടോ, 50 ഉള്ളൂ. നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. ഈ മാല, കമ്പൽ സെറ്റൊക്കെ നോക്ക്. ഈ മൂടിയാണ് ഇതിന്റെ പ്രത്യേകത അല്ലേ. ഇത് നോക്ക്, മൂടി നല്ല രസമുണ്ട് കാണാൻ. ചേട്ടാ പെട്ടിയൊക്കെ വെച്ച് വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ എടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ നോക്കാം ചേട്ടൻ. നല്ല കളർ നോക്കട്ടെ കേട്ടോ. ഇതിനൊക്കെ 50 ആണോ? 30 രൂപ. ഓക്കെ ഓക്കെ ഓക്കെ, നോക്കട്ടെ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങട്ടെ. ഞാൻ ഈ കളർ എടുത്തോട്ടോ. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഓറഞ്ച് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഇതേ കണ്ടോ, നല്ല ചൂടുണ്ട്. വീശറി തൃശ്ശൂരത്തിന് കിട്ടിയതാ. ഇപ്പം എടുത്തത് എന്തായാലും നന്നായി. പോട്ടെ. ഞാൻ ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നാൽ നല്ല രസമാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ പിള്ളേരുകളും അമ്മമാരൊക്കെ തല്ലൂടണം നമുക്ക് കാണാം. ഈ സെക്ഷൻ മാത്രമല്ല, എല്ലാ സെക്ഷനിലും അത് തന്നെയാണ് കേട്ടോ. ഈ ബാഗ് വേണം, ആ ബാഗ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ചെരുപ്പ്. നല്ല നല്ല ചെരുപ്പുകളുണ്ടല്ലേ. ചെരുപ്പ് എനിക്ക് വീക്ക്നെസ്സാണ്, പണ്ട് മുതലേ വീക്ക്നെസ്സാണ്. പക്ഷെ ഇപ്പം എടുത്താൽ എൻ്റെ അമ്മേനെ തല്ലിക്കൊല്ലും. അതുകൊണ്ട് ഞാൻ ഇപ്പം എടുക്കുന്നില്ല ഗൈസ്. മിഠായികളുടെ ഫുൾ വെറൈറ്റി. നമ്മൾ പണ്ടത്തെ മിഠായികളൊക്കെ ഇല്ലേ, പുളിമിഠായി, മറ്റേ കച്ച മാംഗോ, അത് ഇത് മാംഗോ ബൈറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള മിഠായികളുടെ കുറേ സെക്ഷനുകൾ അല്ലേ. നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ ഗോൾഡൻ മിഠായി, ആ മിഠായി ഗോൾഡിൻ്റെ സ്വർണ്ണ ബിസ്ക്കറ്റാ. ബിസ്ക്കറ്റ് കണ്ണുണ്ട്, സിഗരറ്റ്. ഇതെന്ത് പുകവലി ആരോഗ്യത്തിന് ഹാനികരം. കുറെ മിഠായികളുണ്ട്. നമുക്ക് പോകാം. ഇവിടെ നിന്നാൽ ഞാൻ ഷുഗർ ഡയറ്റ് എടുത്തിട്ട് തന്നെ. നിങ്ങളുടെ ഈ ശബ്ദത്തിൻ്റെ ഇടയിൽ കൂടെ ശരി. ഗൈസ്, കുറേ പേര് ഇവിടെ നിന്ന് കണ്ട കാറ്റ് വെള്ളം ഫ്രീ ആയിട്ട്. എന്താ ചെയ്യാ, ഞാനും നിൽക്കാൻ പോവാണ്. നല്ല കൂളറൊക്കെ, നല്ല കാറ്റുണ്ട്. കുറച്ച് നേരം നിന്നിട്ട് വരാം. ഈ വീശറിയുടെ ആവശ്യമില്ല കുറച്ച് നേരത്തേക്ക്. ഇവർ മാറുന്നില്ല കേട്ടോ. എന്താ പറയുക അവസ്ഥ. ഇവർ കണ്ട സ്ഥിതിക്ക് ഇവിടെ നിൽക്കാണ് മൊത്തം തോന്നുന്നുണ്ട്. മാറണില്ല. ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്ന പണ്ടത്തെ പെൻസിൽ ബോക്സ് ആണേ. ഇതിൽ ഈ സംഭവം ഉണ്ടായിരുന്നു. ഇപ്പം അത് കാണാനില്ല. വീട്ടിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് പണ്ടത്തെ സാധനങ്ങൾ ഇപ്പോഴും അവർ മോഡിഫൈ ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. എന്താ ചെയ്യുക, ഇവിടെ വന്നെങ്കിൽ കുറേ സാധനങ്ങൾ കാണാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നല്ല ഒടുക്കത്തെ പൈസയാണ്, മേടിക്കാൻ പറ്റില്ല. ഞാൻ ഒരു ക്യൂടെക്സ് മാത്രം മേടിച്ചപ്പോൾ. ഗൈസ്, നമുക്ക് ചുരിദാറിൻ്റെ റേറ്റും ചോദിച്ചു നോക്കട്ടെ. എത്ര റേറ്റ് നമുക്ക് അറിഞ്ഞിട്ട് നോക്കിയിട്ട് വാങ്ങാം അല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല സാരികളൊക്കെ ഉണ്ട് കേട്ടോ. कितना भैया?
ഹിന്ദിയൊക്കെ പറഞ്ഞിട്ട് അവർ പേടിപ്പിക്കുന്നുണ്ട്. हमारे पास 1400 1400 कितना है भैया? कितना है? 1600 1600. അവന്റെ ഭാവം കണ്ട അവന്റെ കട ഞാൻ മൊത്തം വാങ്ങുന്നുള്ള നിലയ്ക്ക് നിൽക്കണവൻ. എന്താ ചെയ്യാ? എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ ചുറ്റുവളഞ്ഞ് ഒരേ സ്ഥലത്തേക്കാണോ എത്തണേന്ന് ഒരു ഡൗട്ട് ഉണ്ട്. മനസ്സിലാവണില്ലേ? ഒരേ സ്ഥലത്തേക്കാണോ നമ്മൾ എത്തണേ? പോയി വീണ്ടും ചുറ്റിയിട്ട് ഇവിടേക്ക് തന്നെ എത്തുന്നു. എപ്പോഴത് ഇത് ബ്രഹ്മയുഗ? നിങ്ങൾ പോകാൻ അനുവാദമില്ല. ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എക്സിബിഷന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അച്ചാറ് ഫ്രീ ആയിട്ട് ടേസ്റ്റ് ചെയ്യാൻ കിട്ടും. നമുക്ക് ടേസ്റ്റ് ഉണ്ടോ നോക്കാം. മാങ്ങാച്ചാറാകുമ്പോ പറയണ്ട് നല്ല ഉപ്പിന്റെ അപ്പനാ. सॉल्ट ज्यादा है अचार जब भी बनेगा रेड चिल्ली है. എന്താ ഗ്രീൻ ചില്ലി ഇതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ വിഴുങ്ങിയില്ലെങ്കിൽ ആളെ തല്ലിക്കൊല്ലും തോന്നുന്നുണ്ട്. വെളുത്തുള്ളി ചട്നിയാ ഇത് വയറിളക്കം ഉറപ്പായി കഴിച്ചു. വെളുത്തുള്ളി ചട്നി ടേസ്റ്റ് ഉണ്ട്. പോയിക്കൊണ്ടിരിക്കുന്ന ഐസ്ക്രീമിന്റെ സെക്ഷനിലൂടെയാണ്. ഐസ്ക്രീം കഴിക്കാൻ പാടില്ല, ഷുഗർ ഡയറ്റ് ആണ് ഞാൻ. ഷുഗർ ഡയറ്റ് പക്ഷെ ഞാൻ കഴിക്കില്ല ഗൈസ്. ഞാൻ ഇത് കുറേ നാളായി കണ്ടിട്ട് ഈ പൊട്ട് ഈ സംഭവം. ഇതിന് എത്ര വരണേ? കുട്ടയിൽ എത്ര വരണേ? 50 രൂപ അല്ലേ? പണ്ടുണ്ടായിരുന്ന സംഭവം വ്ളോഗിലൊക്കെ വന്ന് നിൽക്കണു. വീഡിയോ ഞാൻ വ്ളോഗ് എടുക്കടാ. പണ്ട് നമുക്ക് നമ്മുടെ വീട്ടുകളിൽ, ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന സംഭവമാണ് കേട്ടോ. ഇപ്പൊ കാണാൻ തന്നെയില്ല ഈ സാധനം. അപ്പൊ അതിൻ്റെ ഇടയിൽ കുറച്ച് കാണിക്കേണ്ടി തോന്നുന്നു അല്ലേ? ഏയ് മിസ്സിങ്. ഇതൊക്കെ ഇപ്പോഴും വീണ്ടും തിരിച്ചു വന്നിരിക്കണു. ഇതൊക്കെ പോട്ടെ മോനെ. ഭംഗിയുള്ള കൃഷ്ണ കണ്ണടക്കെ തുറക്ക എന്താ എത്ര ചേട്ടാ? നല്ല കണ്ണട. ഞാൻ വിചാരിച്ചു ഇതിന് 50 വിചാരിച്ചിട്ട്. ഗൈസ് ഞാൻ ചമ്മി പോയി. ഇതിന് 100, ഇതിന് 50 കേട്ടോ. റോസാപ്പൂവിനൊക്കെ എത്രയാ? 100 അല്ലേ? കടനുള്ളിൽ അത്ഭുത കാഴ്ച കൊണ്ട് AC ആണ് അതിൻ്റെ 100 രൂപ. എന്താ കൊറേ അതിൻ്റെ ഉള്ളിൽ ഞാൻ പോണില്ലേ, വെറുതെ 100 കൊടുക്കണ്ടല്ലോ. പുറത്തെ മീനുകളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാല്ലേ? അടിപൊളിയില്ലേ? ഇതുപോലെ ഒരു പൂൾ ഉണ്ടാക്കണം അവിടെ. ഷുഗർ 40, പ്രഷർ 20, ഹീമോഗ്ലോബിൻ 50, കൊളസ്ട്രോള് 100. ഇതെന്തത് ഒക്കെ ഫ്രീ ആയിട്ട് ഇവിടെ കൊടുക്കണാണോ? അല്ലല്ലേ, നോക്കുന്ന സ്ഥലമാണല്ലേ. ഞാൻ പ്രധാനമായിട്ടുള്ള കോളിഫ്ലവർ ആണ്. നമുക്ക് ഒരെണ്ണം മേടിക്കാം അല്ലേ? ഒരു പ്ലേറ്റ്. എന്താ എണ്ണയിലിട്ട് വറക്കണാണോ? നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ നല്ല തിരക്കാണ് ഗൈസ്. മുളക് ബജിക്കൊക്കെ ഡിമാൻഡ്. വെളിച്ചെണ്ണ കാണിച്ചു നോക്കൂ. ആ വെളിച്ചെണ്ണ എനിക്ക് നോക്കൂ. ആ വെളിച്ചെണ്ണയിലാണ് നമ്മൾ തിന്നാൻ പോകുന്നത്. എവിടെയാണ് പോയി കിടക്കണേ? 80 രൂപയാണ് ഗൈസ്. 80 രൂപകളുണ്ടോന്നും എനിക്കറിയില്ല. നോക്കട്ടെ, ഒരാൾക്ക് എടുത്തു കൊടുക്കണം. കാണുമ്പോൾ നോക്കാമല്ലോ 80 രൂപ ഉണ്ടോന്ന്. കുറച്ച് വന്നിട്ട് 80 രൂപ എന്നൊക്കെ മാങ്ങ കൊതി വിട്ടില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. രൂപകളൊന്നുമില്ല ഗൈസ്. നല്ല എണ്ണയാ ഗൈസ്. ബജ്ജ് കഴിച്ച് ഞാൻ തളർന്നു. വായ വെക്കാൻ കൊള്ളില്ലേ ബജ്ജ്. ഇപ്പം ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ കഴിച്ചു. വേറെ കാര്യം 80 രൂപ കൊടുത്ത് പൈസ എടുത്ത് മേടിച്ചതല്ലേ, കളയാൻ പറ്റില്ലല്ലോ. ഉണ്ടാക്കി വെക്കും, നല്ലതൊക്കെ ഉണ്ടാക്കി വെച്ചോടേ. ആരും ഓർക്കട്ടെ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറണം, മുകളിലേക്ക്. അതിലാണ് ഞാൻ ത്രില്ലടിച്ച് നിൽക്കണം. കയറട്ടെ, ബൈ. എന്താ കറങ്ങണം. അതിലൊക്കെ കയറിയിട്ട് ആൾക്കാർ ഓളിയിട്ട് മരിക്കുന്നുണ്ട്. ഇതിലൊക്കെ കയറുന്ന സേഫ് ആണെന്ന് അറിയില്ല. കുറേ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ഇതൊന്നും സേഫ് അല്ലാന്ന് തോന്നുന്നു. അവിടെ വണ്ടറിലൊക്കെ ആകുമ്പോൾ പിന്നെ അവർ ഫുൾ ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെ കയറുക. നമ്മളെ കയറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഇത്രയും പൈസ കൊടുക്കണമല്ലോ. നമുക്കൊന്ന് കയറി നോക്കി നോക്കാം. എന്താവോ എന്തെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ജീവനോടെ കാണും, അല്ലെങ്കിൽ കാണില്ല. നോക്കട്ടെ കേട്ടോ. മാരുടെ പൈസ പോണത് ഇവിടേക്കാണ് കേട്ടോ. ഈ ഗെയിം കളിച്ച് എൻ്റെ പൈസ പോകുന്നുണ്ട്. നമുക്ക് നോക്കട്ടെ, കളിക്കാം. ഫാമിലി ഗെയിമാ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ നോക്കാം. വാ കളിച്ചു നോക്കട്ടെ ഞാൻ. അപ്പൊ ഞാൻ കളിക്കാൻ പോവാണ്. എന്താവുന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കട്ടെ.
ആരുടെ ഇതിന്റെ കൂടെ തള്ളിക്കേറി വരുന്നു തള്ളിക്കേറി വരുന്നു ഗൈസ്. ചെയ്യാം, കഴിഞ്ഞിട്ട് മതിയോ? നമ്മുടെ ഉന്നൊക്കെ തെറ്റൊന്നും അറിയില്ല, നോക്കാം. കിട്ടില്ലെന്ന് തോന്നുന്നു ഗൈസ്, എന്നാലും നോക്കട്ടെ. ഇതിപ്പോ എത്രയായി? ഒന്നും കിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്, എന്നാലും ഞാൻ ശ്രമിക്കും. നടപടിയോ ലാസ്റ്റ് ആൻഡ് ഫൈനലാണ്, നമുക്ക് നോക്കാം. ഒരേട്ട് കൂടി കളിച്ചാലോ? ഒരേട്ട് കൂടി കളിച്ചാലോ ഗൈസ്? എന്റെ 50 രൂപ പോയി. എന്നാലും കുഴപ്പമില്ല, 50 രൂപ കൊടുക്കട്ടെ, അല്ലെങ്കിൽ ആളെ എന്തായാലും കൊല്ലി ഞാൻ കൊടുക്കട്ടെ കേട്ടോ. മോളിക്കോളം പോണ ഒരവസ്ഥ. അത് എന്തിട്ടോ ചേട്ടത് ശബ്ദമൊക്കെ നോക്കിയേ. ഈ ഒരു വയറ് കൂടെ എന്തി സാധനം പോണേ കണ്ടോ? എന്റെ അമ്മേ, ഇത് വഞ്ചി 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 വഞ്ചി. അപ്പൊ ഗൈസ് ഞാൻ എന്റെ ഈ കപ്പിന്റെ ഉള്ളിൽ കയറി പോണ, കപ്പൊന്നല്ല കാറാന്ന് തോന്നുന്നുണ്ടല്ലേ. 100 രൂപയാണ് ഒരു ടിക്കറ്റിന് കേട്ടോ. ദൈവമേ സ്തോത്രം. നമുക്ക് കയറി നോക്കാം. ഞാൻ എന്റെ ജീവൻ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ബാ 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 ബാ. ഈശ്വര, ഇതാ ചേട്ടാ 2 എണ്ണം. എവിടേക്കാ? എവിടെ ഇരിക്കണ്ടേ? പറക്കുന്നു നമ്മൾ. അയ്യോ എനിക്ക് ചിരിക്കാൻ വയ്യ. നോക്ക് 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 നോക്ക്. എപ്പടാ അത്? എപ്പടി? ഓയ്യോ, മൊബൈല് പോകും ഗൈസ്. ഞാൻ പിന്നെ കാണിക്കാട്ടെ വീഡിയോ. ചക്കന്തർ കാണിക്കുന്നത് ഗൈസ്. അങ്ങനെ ഇതിപ്പോ അവസാനിക്കും തോന്നുന്നു. അവസാനിക്കണമെന്ന് കാണാല്ലേ, ഒരു 10 മിനിറ്റെങ്കിലും കറക്കുണ്ട് തോന്നുന്നു. ഇതേ പോണു. എന്തടാ ഇത്? ഈ സുമറിയം അമ്മി ഇവിടെയൊന്നുമില്ല. ഇതേ പോയി വിശറി. ഓ നല്ല രസമുണ്ട്. കപ്പ് കൊള്ളാം. കുറച്ച് സ്പീഡ് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. സ്പീഡ് കൂട്ടി ചേട്ടാന്നൊക്കെ. ചേട്ടാ സ്പീഡ് കൂട്ടണ കാണാനില്ല, എന്നാലും കുറച്ചൊക്കെ കൂട്ടുന്നുണ്ട് കേട്ടോ. സ്പീഡ് ഇല്ലല്ലോ ചേട്ടാ. ഇവിടെ കപ്പിൾസ് വർത്താനം പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇതിനെ മറ്റേ ടൂർ വന്നേക്കാൻ തോന്നുന്നു, ഹണിമൂൺ. അതുപോലെ വർത്താനം പറഞ്ഞിരിക്കണ. വാവ്, ഇതിന്ന് ഇറങ്ങണ കാണാനില്ല. ഇത് ചേട്ടൻ നിർത്തില്ലല്ലോ. നല്ല എളുപ്പമായിരുന്നു ഗൈസ്, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ അല്ലേ. വാവ്, നല്ല കാറ്റുണ്ട് ഗൈസ്. ഇങ്ങനെ കിടന്ന് പറക്കണോണ്ട് നല്ല സുഖം. എന്തായാലും ഇതിൽ കയറിക്കോ. മറ്റേലൊക്കെ കയറുമ്പോൾ വൈറസ് കാണും നമുക്ക് അറിയില്ലല്ലോ. ഇത് നമുക്ക് എവിടെയെങ്കിലും നിലത്തെങ്കിലും വീണ് കിടക്കാലോ, വീഴാണെങ്കിൽ തന്നെ. ആഹാ, കുറച്ചുകൂടി സ്പീഡ് കൂട്ടി പയ്യ. എന്തത്? ഓ, ഞാൻ വരുമ്പോൾ മറ്റേ സുരാജ് വരില്ല, അതുപോലെയാണ് ഞാൻ ഇറങ്ങി വരുന്നത്. ബോധമൊന്നും ഇല്ലാണ്ടുള്ളത്. കുറച്ചൊക്കെ ബോധമുള്ളൂ ഗൈസ്. അയ്യോ ഗൈസ്, ഇവിടെ കരിമ്പ് ജ്യൂസിന് 50 രൂപ. പുറത്ത് 30 രൂപ ഒരു 2 ഗ്ലാസ് തരും. ക്വാണ്ടിറ്റിയിൽ അനുസരിച്ച് നന്നായി തരും. ഇവിടെ 50 രൂപ വെറും പറ്റിപ്പാണ്ട്. എക്സിബിഷനിൽ കുറേ സാധനങ്ങൾക്ക് വിലയൊക്കെ ഉണ്ട്. എന്താ അവസ്ഥ? ഞാൻ പോപ്കോണെങ്കിലും മേടിക്കട്ടെ ഗൈസ്. പോപ്കോണിന് വരെ 50 രൂപ എന്നാ. എന്താ സംഭവം എനിക്ക് മനസ്സിലാവണില്ലേ. 50 രൂപ ഒന്നുമില്ല. നമ്മൾ പുറത്തുനിന്ന് മേടിക്കും 30 രൂപയുള്ള പാക്കറ്റിന്. സെയിം പാക്കറ്റിന് അവിടെ വില ചോദിച്ചു 50 രൂപ. ഇവർ കഴുത്തിറക്കട്ടെ. ഇവരെ ഇതിൻ്റെ റെൻറ്റും കൂടി കൂട്ടിയിട്ടാണ് തോന്നുന്നുണ്ട് അതിൽ 20 രൂപ കൂട്ടിയിടണമെന്ന്. ഇങ്ങനെ പോയാ കഴുത്തിൽ കത്തി വെച്ച് വരാം. അത്രയും ഉണ്ട് ഇറക്കല് ഇവരെ. അറുത്തോട്ടെ മേടിക്കണോ? മേടിച്ചോട്ടെ. ഞാൻ മേടിച്ചില്ല കേട്ടോ. ഓട്ടെ, നടന്ന് വയ്യണ്ടായി കേസ്. എനിക്ക് അവിടെ മറ്റേ പോപ്കോൺ പോലെ സംഭവമില്ല, അത് ഉണ്ടാവും തോന്നുന്നു. അത് കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. സ്വീറ്റ് കോൺ കണ്ടുപിടിച്ചേക്കാണ്. മേടിക്കട്ടെ. कितने है भैया? 50 है एक मसाला. മസാല എനിക്കിഷ്ടം. സ്പൈസി മസാല സ്പൈസി എനിക്കിഷ്ടം. സ്പൈസി വരട്ടെ കേട്ടോ. ഗൈസ്, ചെറിയ ക്വാണ്ടിറ്റിയാണ്. ശോഭ സിറ്റിയിലൊക്കെ ഇതിൻ്റെ കുറച്ച് വലിയ ഗ്ലാസ്സിന് 50 രൂപ ഉള്ളൂ. ഇത് പറ്റിപ്പം തന്നെ ടേസ്റ്റ് ഉണ്ട് ഗൈസ്. എനിക്ക് ആ സ്വീറ്റ് കോൺ കഴിച്ചിട്ട് അത് മസാലയുടെ പറഞ്ഞിട്ടായിരുന്നു നല്ല എരിവ്. വെള്ളം കിട്ടാൻ ഞാൻ അങ്ങോട്ട് പോകണം തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങളെന്തായാലും കാണാൻ വരികയാണെങ്കിൽ വന്നു. ഞാൻ കാണിച്ചതൊക്കെയാണ് ഇവിടെ ഉള്ളൂ. കുറേ സ്റ്റോളുകളുണ്ട്. പിന്നെ ഇങ്ങനെ കയറാം. ഫാമിലീനെ കൂട്ടി സംസാരിച്ച് നടക്കാം. ഓക്കെ, നിങ്ങൾ വന്നോ. ഞാൻ പോയി വെള്ളം കുടിക്കട്ടെ ഗൈസ്. അങ്ങനെ നമുക്ക് വെള്ളം കിട്ടി.
ISRO വെൽക്കംസ് യു. നോക്കാം, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം അല്ലേ. എൻട്രി ഉണ്ട്, ഫ്രീ ആണ് കേട്ടോ. ഫ്രീ എൻട്രി ആണ്, ഫ്രീ എൻട്രി. സോറണ്ട നമുക്ക് ഓരോന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ കണ്ടോ, ഇതാ ഇതുപോലെയാണ് ഇത്. നോക്കൂ അടുത്തത്. ചിലരൊക്കെ ചോദിക്കും ഇതെന്താ അച്ഛനൊക്കെ ചോദിക്കുന്നുണ്ട്, ചെറിയ പിള്ളേരൊക്കെ കേട്ടാ. നമുക്ക് ഇവരൊക്കെ കാണുമ്പോൾ ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആണ് അല്ലേ. ഇവരൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് തിരിച്ചെത്തി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ഇപ്പോൾ റീസെൻ്റ്ലി തിരിച്ചെത്തിയത് നമ്മുടെ സുനിത വില്യംസ് ആണ്. ബാക്കിയുള്ളവരൊക്കെ അയ്യോ, ഞാൻ ആളെ കണ്ടപ്പോൾ ഇവിടെ ഫേസ് കട്ട് വേറെ, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫേസ് കട്ട് തോന്നി പെട്ടെന്ന് കണ്ടപ്പോൾ കേട്ടോ. പോണോക്ക് ഓക്കെ. ഓഹോ ആഹാ, അതെന്താന്ന് എനിക്ക് ക്ലിയർ ആയില്ല. ഇതൊക്കെ ഉണ്ടോ, വെയിറ്റ് ഒക്കെ നോക്കണ സംഭവം. ഞാൻ ആ ഭാഗത്തേക്ക് ഇല്ല തോന്നുന്നുണ്ട്. എന്താ നോക്ക് ഗൈസ്, കണ്ടോ അവരിങ്ങനെയാണ് കയറുക കേട്ടോ. കണ്ടോ വരുന്നിടത്ത് ഞാൻ കുറച്ച് നേരം നിൽക്കും, കാരണം നല്ല കാറ്റ്. കയറി വരുന്നിടത്തല്ല, ഇറങ്ങി പോണോടത്ത് നല്ല കാറ്റുണ്ട് ഗൈസ്, നല്ല കാറ്റുണ്ട്. AC 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 ഉണ്ടല്ലേ ഈ ലൈറ്റിന്റെ സംഭവം. കഴിഞ്ഞ ദിവസത്തിന് എന്തുണ്ട്, നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ കാണുന്ന പോലെ തന്നെയാവും ഇതിൻ്റെ ഉള്ളിലും. പ്രത്യേകിച്ച് കാണാനായിട്ട് ഞാൻ പോയില്ല. ആനകൾ അത് ഇതൊക്കെയാണ് കേട്ടോ. ഇനി നീര എന്ന് പറഞ്ഞ സംഭവം കുടിച്ചിട്ടില്ല കേട്ടോ. ഇതാണ് ആ സംഭവം, നമുക്ക് കുടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, ഇതാണ് കേട്ടോ പാലക്കാടൻ നീര എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, തെങ്ങിൻ്റെ എന്തോ സംഭവം തോന്നുന്നു അല്ലേ. ആ തെങ്ങിൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട്. തെങ്ങിൻ്റെ എന്തോ സംഭവം. ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ഇല്ലല്ലേ, ആണോ? ഓക്കെ ഓക്കെ. കൊള്ളാം കൊള്ളാം. ഒക്കറോ ഒക്കറോ എടാ ഇരിക്കണ ഇരിപ്പ്. ആരുടെ ഇത്, ആരുടെ ഈ ഗൈസ്? അങ്ങനെ നമ്മൾ എക്സിബിഷൻ കണ്ട് ഇറങ്ങി. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ അത്ര കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കാണിക്കേണ്ട വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ വണ്ടി അടിച്ചാൽ തന്നെ ദൈവമേ. നമ്മളിനി വീട്ടിൽ പോവാണ്. ഇവിടെയൊക്കെ ഒടുക്കത്തെ വരെയാണ്. നമ്മൾ പൂല് ഞാൻ ഒരു വട്ടം കുടിച്ചിട്ട് ഞാൻ പെട്ടതാണ്. ഞാൻ അതിന് ശേഷം ഞങ്ങൾ പോകുന്നില്ല. നമ്മൾ പോട്ടെ ഗൈസ്. വീഡിയോ ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.